എന്ത് സഹായം വേണമെങ്കിലും ചെയ്തുതരാം. വക്കീൽ കാര്യം എന്താന്ന് പറ. അതൊക്കെ പറയാം, നീ ഇവിടെ ഇരിക്കും. മേലനങ്ങാതെ കുറച്ച് കോടികൾ നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവാ. അതാ നിന്നെ ഞാൻ വിളിപ്പിച്ച. സുഗുണ വക്കീല് സസ്പെൻസ് ഇല്ലാതെ കാര്യം പറ. കോടികളോ? അതെങ്ങനെ? നിനക്ക് പൂട്ടിക്കിടക്കുന്ന ശാന്തിവിള ബംഗ്ലാവിനെ പറ്റി അറിയോ? അതെന്താ അങ്ങനെ ചോദിച്ചാ, മുമ്പൊരിക്കല് നമ്മളത് വാങ്ങാൻ പ്ലാൻ ചെയ്തില്ലേ? അന്ന് നമുക്കത് പറ്റിയില്ല, പിന്നീട് അതാരും വാങ്ങിച്ചിട്ടുമില്ല. അത് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഒരു വഴി വന്നിട്ടുണ്ട്. സുഗുണ വക്കീല്, നമുക്കിനി എന്തിനാ അത്? അവിടെ എന്തോ പ്രേതബാധ ഉണ്ടെന്നൊക്കെ അല്ലേ ആൾക്കാർ പറയുന്നേ? ആ ബംഗ്ലാവ് നമ്മുടെ കയ്യിലേക്ക് വരാതിരുന്നപ്പോ നമ്മൾ വരുത്തി തീർത്തതല്ലേ? വീണ്ടും നമുക്കൊരവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യോ? വക്കീൽ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കുമെന്ന് അറിഞ്ഞൂടെ? നമുക്ക് ശരിയാക്കാം. ഞാൻ നിനക്ക് 2 കത്ത് തരാം. ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് നീ അത് കൊണ്ടെത്തിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവെട്ടം ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലരലി ചിരിക്കും. ഹലോ, ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട്. ഓവർ. ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവെട്ടം ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലരലി ചിരിക്കുന്ന തീരാറാവിൻ മിന്നോട്ടം കൂടാരം തിരഞ്ഞു ഒരു പേഴ്സ് കിട്ടി. അതിനകത്ത് ക്യാഷ് ഒന്നുമില്ല. കാർഡ് കണ്ടപ്പോ ATM കാർഡെന്നാ വിചാരിച്ച, പക്ഷെ അത് വിസിറ്റിംഗ് കാർഡാ. 3G എനിക്ക് അങ്ങനെ തന്നെയാ ഐഫോൺ എന്നാ കരുതിയത്. നോക്കിയപ്പോ സാധാ ആൻഡ്രോയിഡ് സ്റ്റക്ക് ഫോണാ. എന്നാ വേറെ നോക്കാം. ഹലോ സുജേജി. എന്നെ നോക്കണ്ട, സത്യമായിട്ട് ഞാനല്ല. ഞാൻ രാവിലെ കുളിച്ചിട്ടോ പല്ല് വെച്ചിട്ടോ ഇല്ല. ഞാൻ എന്തായാലും അല്ല. ഞാനും അല്ല. അപ്പൊ പിന്നെ ആ തെണ്ടിയായിരിക്കും. പക്ഷേ വന്ന കാര്യം നടന്നു. വാ പോവാം. ആ വക്കീലിനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. CMB 194/94 പെറ്റീഷണർ സുരേഷ് ബാബു. 194/94 പെറ്റീഷണർ ഹാജരല്ലേ? ഹാജരാണ് സാർ. വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവെട്ടം ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലരലി ചിരിക്കുന്ന തീരാറാവിൻ. ഓ, താനായിരുന്നോ? താൻ വാദിക്കുന്ന കേസിനെങ്കിലും നേരത്തെ എത്താനുള്ള മാന്യത കാണിച്ചൂടെ? സോറി യുവർ ഓണർ, ടോയ്ലറ്റിൽ പോയിരുന്നു, അതാ. ശരി, വാദം തുടങ്ങിക്കോ. യുവർ ഓണർ, സുരേഷ് ബാബു ഈ കേസിലെ പ്രതിയായ എൻ്റെ കക്ഷി ചെയ്തു എന്ന് പറയുന്ന തെറ്റ് എന്തെന്ന് വെച്ചാൽ എന്തായിരുന്നു പഠിച്ചത്? ടെൻഷൻ മറന്നുപോയി. ചേട്ടാ, എന്തായിരുന്നു ആ കുറ്റം? വക്കീലെ, അത് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കേസ്. യുവർ ഓണർ, എന്തെന്ന് വെച്ചാൽ വിശന്ന് വലഞ്ഞപ്പോൾ അടുത്ത പറമ്പിൽ നിന്ന് ഒരു 250 റബ്ബർ ഷീറ്റ് എടുത്തു. അത് വിറ്റ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ വിശപ്പടക്കി. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ പറമ്പിലെ ഉടമസ്ഥൻ ഇദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുത്തു. സെക്ഷൻ പ്രകാരം ഇയാളുടെ ഭാഗത്ത് തെറ്റില്ല. അയാളുടെ ഭാഗത്ത് തെറ്റില്ല അല്ലേ? യുവർ ഓണർ, IPC സെക്ഷൻ പ്രകാരം എൻ്റെ കക്ഷി സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റം ചെയ്തത് തന്നെ. വിശപ്പ് മാറ്റുക എന്നുള്ളതൊരു സെൽഫ് ഡിഫൻസ് ആണല്ലോ. IPC സെക്ഷൻ പറയുമ്പോൾ ഈ ചുമ ഇതുവരെ നിർത്താറായിട്ടില്ല അല്ലേ സുദൈവം വക്കീലെ? മഴയൊക്കെ അല്ലേ, ജലദോഷം. ഏതായാലും വാദിഭാഗം ഇന്ന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് അടുത്ത 14 ദിവസത്തേക്ക് മാറ്റിവെക്കാം. തൽക്കാലം ഇയാളെ റിമൈൻഡ് ചെയ്തേക്ക്. വക്കീല്, റിമാൻഡോ? ഡോൺ വെറി, 14 ദിവസമല്ലേ, അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറക്കിക്കോളാം. ജയിലിൽ നല്ല ഫുഡൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. എന്നാ ഞാൻ പോട്ടെ, ഫീസ് ഇട്ടേക്കണേ. വക്കീലെ, 14 ദിവസം കഴിഞ്ഞ് കാണാം. കേസ് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. വക്കീലെ, ആ കേസ് എന്തായി? എല്ലാം ഓക്കെ അല്ലേ? 14 ദിവസം കഴിഞ്ഞ് കാണാം. പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. വക്കീലിന് തരണോ അതോ ആകാശം വക്കീലിന് കൊടുക്കണോ? വല്ല പിടിച്ചു പറയും പോക്കറ്റടിയൊക്കെ അല്ലേ, അവനെ എന്നെ കൊണ്ട് കൊടുത്തോ. അല്ല, കൊലക്കേസ. നല്ല ഫീസ് വാങ്ങാൻ പറ്റും. ഏതായാലും ഞാൻ ആ വക്കീലിനൊന്ന് പോയി നോക്കട്ടെ. നിക്ക്, അവൻ ഓൾറെഡി ഒരുപാട് കേസുണ്ട്, തിരക്കെന്ന് പറഞ്ഞു. നീ എനിക്കെന്നെ തന്നേക്ക്, ഞാനിപ്പോ ഫ്രീയാ. ഫീസ് കിട്ടുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം. ആള് പുറത്ത് പോണ്ട്, വിളിച്ചോണ്ട് വരാം. മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവെട്ടം. ശരി, എന്നാ വല്ല പ്രചരണ പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ നാളെ പഞ്ചായത്ത് വെച്ച് കാണാം. ബൈ. മെമ്പറെ പോലെ ഒരു കത്തുണ്ട്.
കത്തോ? ഇപ്പോഴത്തെ കാലത്ത് ആരാണപ്പോ കത്തില് പരാതിയൊക്കെ അയക്കണേ? ഇത് പരാതി കത്തൊന്നുമല്ല, ഏതോ വക്കീൽ നോട്ടീസോ അങ്ങനെ എന്തോ ആണെന്നാ തോന്നുന്നത്. ആ, രണ്ടാമത് അനിയൻ വക്കീല. ചിലപ്പോ അവനുള്ളതായിരിക്കും. ഇനി തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. ചേട്ടനൊന്നും പേടിക്കണ്ട, ഈ കേസ് നമ്മൾ ജയിക്കും. അറ്റ്ലീസ്റ്റ് പ്രതിക്കൊരു ജീവപര്യന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ജീവപര്യന്തോ? വക്കീലെ, കേസിലെ പ്രതി ഞാനാ. ആ, ചേട്ടനായിരുന്നല്ലേ? ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്ത. ചേട്ടൻ പാസ്സായി. ഈ കേസ് നമ്മൾ ജയിക്കുമല്ലോ അല്ലേ? സുചേച്ചിയാണല്ലോ. ആ, അതൊക്കെ ഉറപ്പായിട്ട് ജയിക്കും. കേസ് ഫയലൊക്കെ എത്തിച്ചാൽ മതി. നമ്പർ ഉണ്ടല്ലോ, വിളിച്ചാൽ മതി. ശരി എന്നാ. ഹലോ സുചേച്ചി, ഞാനിവിടെ കോർട്ടിലാ. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് വാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സുധി, എന്താ നീ ഒന്നും പറയുന്നില്ലല്ലോ? അത് തന്നെ നോക്കിയിരുന്ന ഞങ്ങൾ എന്ത് മനസ്സിലാക്കും? ഇത്രയും നേരം ഇതിനെ നോക്കിയിരുന്നിട്ടും സുചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ? സുധിയേട്ടന് അതിലെന്താ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും നല്ല വക്കീലിനെ കൊടുത്ത് കാണിക്കേണ്ടി വരും. വെറുതെ അവനെ വക്കീൽ പഠിത്തം പഠിപ്പിച്ചത്. അല്ല, ഇതൊക്കെ ഇപ്പൊ ആരാ പറയുന്ന? കോളേജ് ഫുൾ അരിയർ എടുത്ത് എക്സാം എഴുതി നടക്കുന്ന ഇവനും ബിടെക് കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത നിങ്ങളുവോ? അറ്റ്ലീസ്റ്റ് എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ട്. എല്ലാം വരും കണക്കാ. നിന്നെയൊക്കെ പഠിപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ അവരോട് വഴക്കൂടാതെ നിനക്കതിന് എന്താ മനസ്സിലായെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞതാ. ഇതൊരു വക്കീല് ഡയറക്റ്റ് അയച്ച മെയിലാ. അയാളുടെ സീൽ ഇതിലുണ്ട്. വക്കീലിന്റെ ലെറ്ററിന്റെ കൂടെ ഒരു മുദ്രപത്രത്തിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. ആ കോപ്പിയിൽ പറയുന്ന പ്രകാരം ശാന്തിവിള എന്ന് പറഞ്ഞൊരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ ഓണേഴ്സായ പ്രഭാകർ മേനോൻ ആൻഡ് ആകാശ് നായർ, ഇവരുടെ പേരിലാണ് ആ ബംഗ്ലാവ്. ദാറ്റ് മീൻസ് രണ്ടാൾക്കാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആഹാ, അത് വായിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ChatGPT തന്നെ ധാരാളം. നീ വേണമെന്നില്ല. ആ ലെറ്റർ തന്നെ നമുക്ക് അയച്ചെന്നാ ചോദിച്ചാ. എടപൊട്ട, ആകാശ് നായർ നമ്മുടെ അച്ഛനല്ലേ? അങ്ങനെ വരുമ്പോ അച്ഛന്റെ കാലശേഷം അച്ഛന്റെ അവകാശങ്ങളൊക്കെ നമ്മുടെ അവകാശങ്ങളായിട്ട് മാറൂലേ? ചിലപ്പോ അതുകൊണ്ടാവും. അല്ല, അതിൽ വേറൊരു അങ്കിളുടെ പേര് മെൻഷൻ ചെയ്തില്ലേ? അവര് പണ്ടേ ഈ നാട് വിട്ടു പോയവരല്ലേ? അതിനെന്താ, നമ്മൾ തന്നെ എത്ര വാടക വീട് മാറി, എന്നിട്ടും നമുക്ക് ഈ ലെറ്റർ കിട്ടിയില്ലേ? അതുപോലെ ഉറപ്പായിട്ടും അവരുടെ കയ്യിലും ഇതുപോലൊരു ലെറ്റർ പോയിട്ടുണ്ടാവും. നമ്മൾ എന്തിനാ വല്ലവർക്കും കത്ത് കിട്ടിയോ ഇല്ലേ എന്നുള്ള കാര്യം ചിന്തിച്ച് സമയം കളയുന്ന? എന്റെ അറിവില് നമ്മുടെ അച്ഛന് യാതൊരു ബംഗ്ലാവായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇതിവിടെ തീർന്നു, നമുക്ക് ഒരു ബന്ധവും ഇല്ല. അതെന്തൊരു വർത്താനം? ഈ കത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മുടെ അച്ഛന് ബന്ധമുണ്ടെന്ന്. അങ്ങനെയാകുമ്പോ നമുക്കും ബന്ധം ഉണ്ടാവൂലേ? എന്തിനാ വെറുതെ വേണ്ടാന്ന് വെക്കണ? അവന്റെ ഒരു ബന്ധം. നീയൊക്കെ രാവിലെ മോട്ടോർ ഓണാക്കി വെച്ചിട്ട് എങ്ങോട്ടാ പോയത്? സുചേച്ചി, അത് ഞങ്ങൾ രണ്ടും കൂടെ വെറുതെ ബസ് സ്റ്റാൻഡ് വരെ പോയതാ. മോട്ടർ തുറന്നു വെച്ചത് ദാ ഈ വക്കീല. ഓ പിന്നെ ഞാനൊന്നും അല്ല. നീയൊക്കെ ഓണാക്കിയിട്ട് അതെടുത്ത് എന്റെ തലയിൽ പോയി. അല്ല, നീയൊക്കെ ഇതിനെ ബസ് സ്റ്റാൻഡിൽ പോയത് പോക്കറ്റ് അടിക്കാനല്ലേ? എനിക്കറിയാം. സുധി, പോക്കറ്റ് അടിക്കാനോ? മനസാ വാച കർമ്മന അറിയാത്ത കാര്യങ്ങളാ നീ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. രാജു, സുചേച്ചി, നീ ഒന്നും മിണ്ടണ്ട. ഞാൻ ഇവിടെ നിൽക്കില്ല. അകത്ത് ചപ്പാത്തിക്ക് മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്. പരത്തിയിട്ട് വരാം. ഓ അത് ശരി. ഇന്നും ചപ്പാത്തിയോ? സൂര്യചട്ടൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കരിങ്കല് പോലെ തിന്ന് പല്ല് തയ്യാറായി. ഇതൊക്കെ കിട്ടുന്ന എന്നെ ഭാഗ്യം. രാജുവേട്ടനെങ്ങാനും ജോലി കിട്ടിയാൽ ഇതുപോലും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. വെരി ഫണ്ണി. രാജുവേട്ടന് ജോലി കിട്ടണമെങ്കിൽ കാക്ക മലന്ന് പറക്കും. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എനിക്കെങ്ങും ഉണക്ക ചപ്പാത്തി വേണ്ട. ഞാൻ പോവാ. നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചിട്ട് കിടന്നോ. ഗുഡ് നൈറ്റ്. സുചേച്ചി, ചായ റെഡി. സമയായി, എഴുന്നേറ്റോ. സുധി, നിനക്ക് കോടതി പോണ്ടേ? എഴുന്നേറ്റോ. പാവേട്ടന്റെ കുട്ടി കോടതിയിലൊക്കെ പോയി വാദിച്ചിട്ട് ക്ഷീണിച്ച് വന്നിട്ട് ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഏട്ടൻ ഇന്ന് ദോശയും സാമ്പാറും ആക്കി. രാജുവെ, രാവിലെ തന്നെ നല്ല സോപ്പിട്ട് പതപ്പിക്കുന്ന മണമാണല്ലോ വരുന്നേ. ഏയ്, അങ്ങനെ തോന്നിയോ? ഞാൻ ഗ്ലാസ് നന്നായിട്ട് കഴുകിട്ടാണല്ലോ ചായ ഒഴിച്ച. ഞാൻ ചായയുടെ കാര്യമല്ലേ പറഞ്ഞ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കട്ടനാണല്ലോ ഇന്നും. പാലെന്താ വാങ്ങാത്ത? പാൽ ചായ കുടിക്കണമെങ്കിൽ ക്യാഷ് ഒരുപാടാവും. ബഡ്ജറ്റ് കമ്മിയാണ്. അതങ്ങനെ ശരിയാവും. ഒരാഴ്ചത്തേക്ക് വാങ്ങേണ്ട എല്ലാ സാധനത്തിന്റെ കണക്കും എണ്ണി തിട്ടപ്പെടുത്തിട്ട് ഞാൻ സ്വന്തം ക്യാഷ് തന്നത്. കണക്കിൽ എന്തോ തിരിമറി നടക്കുന്നുണ്ടല്ലോ. സുചേച്ചിയുടെ കണക്ക് കുറച്ചിലായിട്ട് തോന്നും. നിങ്ങൾക്ക് കട്ടനൊക്കെ ഇട്ട് വന്നിട്ട് ഞാനും സുമയും കൂടെ പുറത്തു പോയിട്ട് ഭക്ഷണം വെച്ച് കഴിക്കുന്ന പോലെ. ഇതുവരെ എനിക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സുമയുടെ പേര് വന്നപ്പോ എനിക്ക് ചെറിയ സംശയമുണ്ട്. കണക്കുകൾ നോക്കേണ്ടിയിരിക്കുന്നു. സുമേനെ വേണമെങ്കിൽ സംശയിച്ചോ, പക്ഷെ ഞാൻ നീറ്റാ. ഓഹോ, അപ്പൊ സുമേനെ സംശയിക്കാം. എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യങ്ങളൊക്കെ അങ്ങ് പറയും.
കണ്ടില്ല സുജേച്ചി, ഒരു ഉത്തരവാദിത്വമില്ല. എന്നും 10-11 മണിയിൽ കിടന്ന് ഉറങ്ങുന്നവനാ. ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ബ്ലഡി ഫൂൾ. രണ്ടും കണക്കാ. സുമേ, നിനക്ക് ഞാൻ പൈസ തന്നില്ല മുടി മുറിക്കാൻ, എന്നിട്ട് മുടി വിട്ടാത്ത. പരീക്ഷ എടുക്കാറെ ഇക്കൊല്ലെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവിടും, സത്യമായിട്ടും. എന്നാ പരീക്ഷ റിസൾട്ട് ഒന്നും കാത്തു നിൽക്കണ്ട. സുജേച്ചി എന്നെ ഏതെങ്കിലും നല്ല ഹോസ്റ്റലിൽ കൊണ്ടാക്ക്. ഇവിടെ നിൽക്കുന്നതിലും വധം അവിടെയാ. ഇപ്പോഴത്തെ ഹോസ്റ്റലിലൊക്കെ മന്തിയും ബിരിയാണിയും ഒക്കെ കിട്ടുന്ന. അല്ലേലും ഒരു ചിക്കൻ കാല് കാണിച്ചാൽ അവരുടെ കൂടെ ഇറങ്ങി പോകുമെന്ന് എനിക്കറിയാം. നിന്നെയൊക്കെ തീറ്റി പോറ്റിയ സമയത്ത് സ്വന്തം കാര്യം നോക്കി ഒറ്റയ്ക്ക് ജീവിക്കണമായിരുന്നു. കാലത്ത് തന്നെ എന്താ സുമ ഇത്? സുജേച്ചിക്ക് വിഷമായി. നീ ചായ കുടിക്കും, ഞാൻ പോയി ആ വക്കീലിനെ ഒന്ന് നോക്കട്ടെ. ഇവനെന്താ നല്ല ഉറക്കമാണല്ലോ, ഇന്ന് എഴുന്നേക്കുന്നില്ലേ? സുധി, എന്താ? നിനക്ക് കോട്ടി പോണ്ടേ? ഇന്ന് കേസൊന്നുമില്ലേ ബാധിക്കാൻ? എഴുന്നേക്കടാ. എന്റെ പൊന്നു രാജോട്ട, കേസൊന്നുമില്ല, ഞാൻ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യല്ലേ. എന്നാ നിനക്ക് ഞാനൊരു കേസ് തരാം, നീ എഴുന്നേക്ക്. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. പറ, എന്താ പറയാനുള്ള? ഇന്നലെ വന്ന വക്കീൽ നോട്ടീസ് ഇല്ലേ, അതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് വാ. ബംഗ്ലാവ് നമ്മുടെ പേരിൽ ചിലപ്പോ ഉണ്ടെങ്കിലോ? ഇന്നലെ സുജേച്ചി പറഞ്ഞല്ലോ അതവിടെ വിടാൻ, അന്വേഷിക്കണ്ടെന്ന്. സുജേച്ചി അങ്ങനെ പറയും. സുജേച്ചി പഞ്ചായത്ത് മെമ്പറാ, നീ വക്കീലും. ഞാനും സുമയുമാ ഒരു ജോലി ഇല്ലാതിരിക്കണ. ഒന്ന് നോക്കടാ, അതുള്ളതാണോ എന്ന്. രാജോട്ടന് ഇത്രയും പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം. അല്ല, അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാനാ പരിപാടി? വിൽക്കണം. ആ ബംഗ്ലാവ് നമ്മുടെയൊക്കെ പേരിലാണെങ്കിൽ അതൊന്ന് വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടൂലേ? ശരി, ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ, കുളിച്ചിട്ട് വേണം പോവാൻ. അതെന്ത് വർത്താനം? പിന്നെ ഞാനിവിടെ എന്തിനാ? നീ ബെഡ്ഷീറ്റൊക്കെ വെച്ചോ, ഞാൻ മടക്കിക്കോളാം. പിന്നെ തുണിയും കഴുകി തരാം. സത്യമായിട്ടും തുണിയും കഴുകി തരോ? ആ സത്യം. നീ വേഗം റെഡിയായി ചെന്ന് അന്വേഷിച്ചിട്ട് വാ. ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെച്ചോളാം. 2 തുണി കഴുകാൻ എന്താ പാട്? 2 ഒരു 5-6 ജോഡിയുണ്ട്. പുല്ലു, ഇവനെന്തോ അലക്കൊല്ലം കുളിക്കലൊന്നുമില്ല. സാരല്ല, ഞാൻ കഴുകിയിട്ടോളാം. നീ പെട്ടെന്ന് കുളിച്ചിട്ട് അന്വേഷിക്ക് പോ. സത്യമായിട്ടും എന്നാ ഞാൻ വേഗം കുളിച്ചിട്ട് ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. രാജോട്ടൻ പറഞ്ഞാ അതനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും എനിക്കറിയാം നിനക്ക് എന്നോട് വലിയ കാര്യമാണ്. മോൻ ചെന്ന് കുളിച്ചോ. അല്ല, സുജേച്ചിയോട് ഇപ്പൊ ഈ കാര്യം പറയണ്ട അല്ലേ? അതെ, ഞാൻ ഇറങ്ങാ. ഇപ്പൊ തന്നെ ലേറ്റായി. 3നോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഫാന്, ലൈറ്റ്, മോട്ടർ എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം പോവാൻ. സുജേച്ചി പോലെ ഒരു മിനിറ്റ്. ഇന്ന് വല്ല സമ്മേളനമൊക്കെ ഉണ്ടെങ്കിൽ പപ്സോ മിച്ചറോ എന്തെങ്കിലും കിട്ടി കൊണ്ടുവരണേ. പിന്നെ പറ്റുമെങ്കിൽ വരുമ്പോൾ ഒരു പച്ച ലൈസും. അവന്റെ ഒരു പച്ച ലൈസ്. നാട, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ തിരിച്ചു വരുമ്പോ തലയിൽ ഈ മുടി കാണാൻ പാടില്ല. ഞാൻ ഇന്നലെ ക്യാഷ് വന്നതല്ലേ, പോയി അടിച്ചു നരച്ച് കുളിച്ച് മുടിയൊക്കെ വെട്ടി ഇരുന്നോണം. അതെങ്ങനെ ശരിയാവും സുജേച്ചി? അവൻ ശബ്ദം ചെയ്തിരിക്കല്ലേ. പോയ പേപ്പേഴ്സ് ഒക്കെ എഴുതിയെടുത്താൽ മാത്രമേ മുടി വെട്ടുള്ളൂന്ന്. പേപ്പേഴ്സ് കിട്ടുമില്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹെഡ് ആൻഡ് ഷോൾഡറിലോ ഇന്ദുലേഖയിലോ ഒക്കെ പരസ്യത്തിന് വിളിക്കും. വക്കീൽ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. സുജേച്ചി എൻ്റെ കാര്യത്തിൽ മാത്രം പക്ഷഭേദം കാണിച്ചു. ഇയാളെ വക്കീൽ പഠിപ്പിച്ചു, മറ്റേ ആളെ ബിടെക്കും. എനിക്കാണെങ്കിലോ ആർക്കും വേണ്ടാത്ത ഡിഗ്രി. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതാ ഞാൻ തോറ്റത്. ആടാ, നീയൊക്കെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പുറനിറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട? അവന്മാരെയൊക്കെ പഠിപ്പിച്ച് നാട് നോക്കണതിന് മുന്നേ നീ റെഡി ആയില്ലേ? ഡിഗ്രിക്ക് ചേർത്തത് ഏതായാലും നന്നായി. നിന്നെയും കൂടെ പൈസ ചിലവാക്കി ഞാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ പൈസയും വെള്ളത്തിൽ വരച്ച് വര പോലെ പോയേനെ. ഇതാകുമ്പോ എനിക്ക് വലിയ സങ്കടമില്ല. അതല്ലേലും അങ്ങനെയല്ലേ. ഞാൻ ലാസ്റ്റ് ആയതുകൊണ്ട് എന്നെ ആർക്കും ഒരു വിലയില്ല. ഓക്കെ? അതെ, ലാസ്റ്റ് ആയതുകൊണ്ട് നിന്നെ ഞാൻ കുറച്ചധികം ലാളിച്ചു. അതുകൊണ്ട് നീ ഇപ്പൊ തോട്ട് തൊപ്പിട്ട് ഇവിടെ ഇരിക്കണം. ഏതായാലും ഞാൻ പോവാ. നീയൊക്കെ എന്തെങ്കിലും ചെയ്യും. സാരല്ല സുമേ, വിഷമിക്കണ്ട. ഈ ലോകം പണ്ടേ അങ്ങനെ കഴിവുള്ളവരെ മാത്രമേ അംഗീകരിക്കൂ. നിനക്ക് കഴിവില്ലാത്ത കാര്യം സുജേച്ചിക്ക് അറിയില്ലല്ലോ. ചേട്ടൻ പോട്ടെ, കുറച്ച് പണിയുണ്ട്. അതിനെന്താ, കഴിവേറിയായ ചേട്ടൻ പൊക്കോളൂ. അയ്യേ, വെറും 50 രൂപയെ പോക്കറ്റിൽ വച്ചിട്ടുള്ളൂ. ഇയാളൊരു വക്കീലല്ലേ? ചായയും പപ്സും അല്ലേ, വേണ്ട ഡ്രിങ്ക്സും പപ്സും കുടിക്കാം. സുമേ, നാശം. അതെ, എനിക്ക് വേണം ചായയും പപ്സും. അല്ല, ഡ്രിങ്ക്സും പപ്സും. ഒന്ന് പോയി അഡ്വാൻസ് തിന്നടോ, മറ്റുള്ളവരെ ഊറ്റാൻ നിൽക്കാതെ. മോനെ സുധി, ചേട്ടൻ്റെ കാര്യം പറയാനുണ്ട്, നീ പോയോ? ഓ രാജോട്ട, തരാം. അല്ലെങ്കിലും രാജോട്ടൻ്റെ സുമ പാവല്ലേ. ബാ പോവാം. ദൈവമേ, ഇയാൾക്ക് എന്തൊരു ജോലി കൊടുക്കണേ, ഇല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ പാർട്ടിയായിട്ട് കിടക്കും. എന്താ 3 ചായ ഇപ്പൊ കൊണ്ടുവരാം. 1 മിനിറ്റ്. മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായ. ഇതാട്ടാ ചായ. അതിനെന്താ കടിയൊന്നും ആയില്ലേ?
ആ ഏട്ടാ ആയിക്കൊണ്ടിരിക്ക. ലച്ചു അനന്തേട്ടാ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലെ തല്ലി ചിരിക്കുന്ന തീരാറാവിൻ ഐശു ഇവിടുന്ന് അവിടെ പോയി? കിട്ടിയ സമയത്ത് റീൽ എടുക്കാൻ പോയി കാണും ഈ പെണ്ണിനെ കൊണ്ട്. ഐശു ഐശു ഇതാണ് അവിടെ പണി. ഇന്നലെ ചുമ്മാ ആ ഫ്ലോ അങ്ങ് പോയി. രാവിലെ അണിഞ്ഞൊരുങ്ങി വന്നതല്ലേ, എന്നാ പിന്നെ ഒരു റീൽ എടുത്തിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാന്ന് കരുതി. റീല് അവിടെ ചായ കുടിക്കാൻ ആൾക്കാരെത്തി. അവര് കടി എവിടെ അന്വേഷിക്ക. ഇതുവരെ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ദേ ഞാനൊന്നും പറയുന്നില്ല. ഓയില് തീർന്നു. ഞാൻ എന്താ ആകാശത്തുനിന്ന് പൊരിച്ചെടുക്കോ? ഓയില് വാങ്ങാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് വന്നാലേ ഇനി കുക്കിംഗ് നടക്കൂ. ദൈവമേ, ശ്രീരടുത്താണോ നീ ഓയില് വാങ്ങാൻ പറഞ്ഞത്? 4 കാലിൽ അല്ലെങ്കിൽ എണ്ണ എത്തും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓയിൽ എത്തിയിട്ട് എന്നെ ഇനി വിളിച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ. മോനെ ബാക്കി 2 രൂപ ഇതാ. മോനല്ല മോൾ. ബാക്കി 2 രൂപ നിങ്ങൾ എന്നെ വെച്ചോ. മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവെട്ടം ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലെ തീരാറാവിൻ നിന്നാട്ടം. മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായ. ശരിക്കും നിങ്ങളുടെ 3 പേരുടെ ഉദ്ദേശം എന്താ? മര്യാദക്കിരുന്ന് എന്നെ കൊണ്ട് ഈ കട ഇടിപ്പിച്ചിട്ട്. ഞാൻ എന്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നന്ദേട്ട. സെർവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണം. അത് റെഡി അല്ലല്ലോ. ഫുഡ് ഞാൻ ഉണ്ടാക്കാത്തല്ലോ. ഓയിലില്ലാതെ ഞാൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കും. ഓയിൽ വരാൻ ലേറ്റ് ആയി. ഓയിൽ ലേറ്റ് ആയ കുക്കിംഗ് ലേറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്പീഡിൽ വന്നതാ. ഒരു കാർ വന്നിടിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഒരു ചെറിയ ചായക്കട ഇട്ടിരുന്ന് എന്നെ കൊണ്ട് ലോൺ അടിപ്പിച്ച് എസ്തറ്റിക് ലുക്കുള്ള റെസ്റ്റോറന്റ് ആക്കി വെച്ചിട്ട് 3 എണ്ണം കൂടെ ഇവിടെ കുറ്റം പറഞ്ഞ് കളിച്ചാലുണ്ടല്ലോ. നല്ല കച്ചവടം വേണമെങ്കിൽ നല്ല പ്ലേസ് വേണം. അതിന് ലോൺ എടുക്കാതെ റെഡി ക്യാഷിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആ ലോണ് ഞാൻ തന്നെ അടയ്ക്കണം. നിങ്ങൾ 3 പേരും ഇതുപോലെയാണെങ്കിൽ മിക്കവാറും ലോൺ അടയ്ക്കേണ്ടി വരില്ല. ഇവിടെ നിന്നും നമുക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിലും അനന്തേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിനും നെഗറ്റീവ് അല്ലേ പറയുള്ളൂ. ബി പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ്. നീക 3 എണ്ണമല്ല എന്റെ കൂടെ ഉള്ളത്. പിന്നെ എങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും? നോക്ക്, മുമ്പത്തെ പോലെയല്ല. 4 പേരും കൂടെ ഈക്വലി അധ്വാനിച്ചാലേ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. ഞാൻ എന്റെ ഫുൾ എനർജിയും ഈ റെസ്റ്റോറന്റിൽ ഒരുക്കി തീക്കുന്ന. രാവിലെ മുതൽ ചൂടത്ത് നിന്ന് ഞാൻ കുക്ക് ചെയ്യുന്നതാ. ഇവിടെ നിന്ന് പച്ച പിടിച്ചിട്ട് കൊറിയക്ക് പോവാന്ന് വിചാരിച്ചാ ഈ പോക്കാണെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നു മോളെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവളുടെ കൊറിയ. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. കൊറിയൊക്കെ എടുത്ത് മാറ്റി വെക്ക്. ഒന്ന് ലവ് ഫെയിലിയർ ആയപ്പോ തന്നെ കരിയർ അവസാനിപ്പിച്ച് കള്ളം കുടിച്ച് നടക്കുന്ന പോലെ അല്ല ഇത്. ഇതെന്റെ ഡ്രീമാ. ഞാൻ മാറ്റി വെക്കൂല. അനന്തേട്ടാ വേണ്ട. എന്തെങ്കിലും ഡെലിവറി ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വീട്ടിലേക്ക് പോവാം. പാവം, അവൾ അത്രയും പറയണ്ടായിരുന്നു. ശ്രീക്ക് ഒത്തിരി വിഷമായെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ അവസാനത്തെ പൊടിക്കുപ്പിയാണെങ്കിലും നോക്കങ്ങ് എമ്മയ്ക്കാ പഠിക്കുന്ന അവളുടെ. അനന്ത, ഒരു കത്തുണ്ടല്ലോ. കത്തോ? എനിക്കെങ്ങനെ ആര് കത്തയക്കാൻ? ആരുടെ കത്താ? അറിയില്ല. ഏതോ വക്കീലിന്റെ അടുത്തുനിന്നാ. സീലൊക്കെ ഉണ്ട്. ഇതാ നോക്ക്. അതേത് വക്കീല് എനിക്ക് ലെറ്റർ അയക്കുന്ന? ലെറ്റർ തിരുവനന്തപുരത്തുനിന്നാ വന്നേക്കുന്ന. അത് മാത്രം മനസ്സിലായി. എന്നാ ശരി, പോട്ടെ. ചായയിലും മധുരം കുറച്ചുകൊണ്ട് ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്തു കാണും. ഇത് അതൊന്നും ആയിരിക്കില്ല. നിനക്ക് കുറച്ച് ഇൻഷുറൻസ് പരിപാടി ഉണ്ടല്ലോ. വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നീ ശല്യം ചെയ്യല്ലേ, അതിന്റെ പേരിലായിരിക്കും. ഈശ്വര, ഞാനാരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. ലൈസൻസ് ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും അപ്പൊ നിന്റെ ഇൻഷുറൻസ് കമ്പനിക്ക് ലൈസൻസ് ഇല്ലേ? ഇല്ലീഗൽ ആയിട്ടാണോ നീയൊക്കെ ഇവിടെ? എനിക്കതൊന്നും അറിയില്ല. അവര് ആളെ പിടിച്ചെടുക്കാൻ പറയും. ഞാൻ സംസാരിച്ച് ആളെ പിടിച്ചു കൊടുക്കും. ബെസ്റ്റ്. ദൈവമേ, ഇനി ഇതുകൂടെ എന്റെ തലയിലാവാൻ ബാക്കിയുള്ളൂ. വാതിൽ തുറന്നിട്ട് ഇവളിതെവിടെ പോയി? ശ്രീകുട്ടിയെ, പിള്ളേരെ, ഒരാഴ്ചത്തേക്ക് നമുക്കിനി ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല. കടയിൽ ഒരു സാധനം വിറ്റ് പോയിട്ടില്ല. ഞാനിതങ്ങ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചൂടാക്കി കഴിക്കാം. ഷെഫിന് ഹാപ്പി ആയില്ലേ? 2 ഡേയ്സ് റെസ്റ്റ് എടുക്കാം. അയ്യടാ, ഈ വീട്ടിലൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നെയല്ലേ വിളിക്കൂ? റെസ്റ്റ് ആണ് പോലും. വന്നേ, ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അല്ല, നമ്മള് വന്നിട്ടും ആള് പുറത്തേക്ക് വന്നില്ലല്ലോ.
വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ നേരത്തെ കിടക്കാൻ പോയോ ശ്രീകുട്ടാ? ശ്രീകുട്ടി, മോൾ ഉറങ്ങിയോ? ആഹാ, ഇന്നും വലിച്ചു കയറ്റിയിട്ടുണ്ടല്ലോ. ശ്രീ, എനിക്ക് ഏട്ടന് സംസാരിക്കണം. അനന്തേട്ടൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ശ്രീ, ലൈഫിൽ എല്ലാ ലവും സക്സസ് ആവൂല, ചിലതൊക്കെ ബ്രേക്കപ്പ് ആവും എന്ന് കരുതി ലൈഫ് എന്നെ സ്പോയിൽ ചെയ്യാൻ പാടുണ്ടോ? ഇത്ര നാളായിട്ടൊന്നും പറഞ്ഞില്ല. അനന്തേട്ടാ, ഞാനിതൊക്കെ എപ്പോഴേ വിട്ടു? അതിങ്ങനെ വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ ഏട്ടനാ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. അനന്തേട്ടാ, മോള് ഏട്ടൻ പറയുന്നത് കേക്ക്. ലൈഫിൽ ആരെയും നമുക്ക് നിർബന്ധിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ കൂടെ നിൽക്കണം, നമ്മളെ സ്നേഹിക്കണമെന്ന്. പോകുന്നവര് പോട്ടെ. നമ്മുടെ ഹാപ്പിനെസ് നമ്മളെ മറ്റൊരാളെ ഏൽപ്പിക്കരുത്. നീ സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുടി മുറിച്ച് ബോൾഡായി. പക്ഷേ അതിലാണോ കാര്യം? പുറമേല നമ്മൾ മാറേണ്ട, ഉള്ളെന്ന് മാറണം. ഇപ്പൊ തന്നെ 2-3 വർഷം കഴിഞ്ഞില്ലേ? ഇനിയും നിനക്ക് അവനെ മറക്കാൻ സമയം വേണം. അനന്തേട്ടാ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ മനസ്സ് കേൾക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ടുള്ള പ്രശ്നം അതാ, അവരെ നമുക്ക് മറക്കാൻ പറ്റൂല. അതെ, ഇത് ഞങ്ങളുടെയും കൂടെ ഏട്ടനാ, ശ്രീയേച്ചിയുടെ ഏട്ടൻ മാത്രമല്ല. നിങ്ങളുടെ ഏട്ടനൊക്കെ തന്നെ, പക്ഷെ ഏട്ടൻ ആദ്യം ഏട്ടന്ന് വിളിച്ചത് ഞാൻ തന്നെയാ. അയ്യടാ, ആദ്യം ആരും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏട്ടന് കൂടുതൽ ഇഷ്ടം എന്നെയാ, അല്ലേ ഏട്ടാ? ഓ, എല്ലാത്തിനും എനിക്ക് ഇഷ്ടം. നീയൊക്കെ ഒന്ന് എന്നെ വെറുതെ വിട്, ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അതിനെന്താ, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇവിടെ കിടക്കാം. നിങ്ങളുടെ ഇടയിലോ? ഞാനില്ല. ഞങ്ങൾ നാട്ടിനെ വിടില്ല. ശ്രീ, ലച്ചു, ഐഷു, എഴുന്നേറ്റോ? സമയായി. ഒരു 5 minutes കൂടി. 3 minutes. 1 minute. അതിനെന്താ, മിനിറ്റ്സോ മണിക്കൂറോ എത്രയാന്ന് വെച്ചാ എടുത്തോ. ലാസ്റ്റ് എഴുന്നേക്കുന്ന ആള് മുറ്റടിച്ച് വരണം. ഗുഡ് മോർണിംഗ് അനന്തേട്ടാ. ഞാൻ എഴുന്നേറ്റു. ഇനി അവരിൽ ആരാ മുറ്റടിക്കണമെന്ന് തീരുമാനിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ഞാൻ നേരത്തെ എഴുന്നേറ്റ് പത്രം വായിക്കാൻ തുടങ്ങി. ഇതപ്പോ എന്നാ അവളാ ഐശ്വ, അവളെന്ന് മുറ്റടിക്കും. ഹലോ മാഡം, ഞാനിവിടെ പല്ല് തേക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് ആരാ മുറ്റടിക്കേണ്ടേ? അഫ്കോഴ്സ് ലച്ചു. അതിലിപ്പോ എന്താ ഒരു സംശയം? നോക്കൂ, ഞാനൊരു പാവായിട്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. നിങ്ങളോട് ദൈവം ചോദിക്കും. അതെ അതെ, ഈ ലോകത്ത് ആരും ഇല്ലെങ്കിൽ ലച്ചു ചെന്ന പാവം. നീ അവളെ അങ്ങനെ കളിയൊന്നും ആക്കണ്ട. നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ അവള് പാവം തന്നെയാ. ഞാൻ പറയുന്ന ഒരു കാര്യം അവൾ അനുസരിക്കാതിരുന്നിട്ടില്ല, എന്നോട് എതിർത്ത് സംസാരിക്കാറുമില്ല. അവൾ അത്രയ്ക്ക് പാവാണെങ്കിൽ അനന്തേട്ടൻ ആ മുറ്റടിച്ച് വാരിക്കോ, അവൾക്ക് റെസ്റ്റ് കൊടുക്കാം. അവള് പാവല്ലേ? അതിന് ഞാൻ അവള് പാവമാണെന്നല്ലേ പറഞ്ഞോളൂ. മുറ്റടിച്ച് വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മുറ്റടിച്ച് വരുന്നത് രാവിലെ ഒരു എക്സസൈസാ, അത് അവള് ചെയ്തോളൂ. അനന്തേട്ടാ, ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇത് സാധനങ്ങൾ ഒതുക്കിയപ്പോ കവറിന്ന് കിട്ടിയതാ. അനന്തേട്ടൻ ഇത് വായിച്ചിരുന്നോ? ആ, അതിലിപ്പോ വായിക്കാനൊന്നുമില്ല. നീ ആ പേപ്പറ് ലച്ചു മുറ്റടിച്ച് വാരി തീ കത്തിക്കുമ്പോ അതിലിട്ടൊന്ന് കത്തിച്ചേക്ക്. ചവറിലിട്ട് കത്തിക്കാനോ? അനന്തേട്ടൻ ഇത് പൊട്ടിച്ചിട്ട് വായിച്ചു നോക്കിയില്ല അല്ലേ? ഇതാ, ഒന്ന് വായിച്ചു നോക്കിയേ. ഞാനിത് വായിച്ചതുകൊണ്ടാ പറയുന്നേ. നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നും അതിലില്ല. അത് ചവറിലിട്ട് കത്തിച്ചോ. അനന്തേട്ടാ, ഇതൊരു വക്കീൽ അയച്ചതല്ലേ, ഒരു കാര്യമില്ലെന്ന് അയാൾ അയക്കോ? ഇതില് പറയുന്ന പോലെ അച്ഛന്റെ പേരില് അങ്ങനെ ഒരു ബംഗ്ലാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തം അല്ലേ? ബംഗ്ലാവോ? നമ്മുടെ അച്ഛന്റെ പേരിലോ? എവിടെ ആ കത്തിനതാ നോക്കട്ടെ. അതിപ്പോ നോക്കാനൊന്നുമില്ല. എടുത്ത് കളഞ്ഞിട്ട് വേറെ പണി വല്ല ഉണ്ടെങ്കിൽ നോക്കു പിള്ളേരെ. ഒരു വക്കീലന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വേറൊരു പണിയും ഇല്ലാതെ. ശ്രീജി, ആ ലെറ്ററിന്റെ കൂടെ ഒരു മുദ്രപത്രമുണ്ട്, അതൊന്ന് സൂക്ഷിച്ചു നോക്ക്. ശരിയാണല്ലോ, ഇതൊരു അച്ഛന്റെ പേരുണ്ടല്ലോ. അല്ല, അവള് പറഞ്ഞ ശരിയാണല്ലോ. അച്ഛന്റെ പേരിലാണെങ്കിൽ അത് നമുക്കും അവകാശപ്പെട്ടതല്ലേ? നിങ്ങളെയൊക്കെ കാലം അച്ഛനെ എനിക്കല്ലേ നന്നായിട്ട് അറിയൂ. എന്റെ അറിവില് അച്ഛന് യാതൊരു ബംഗ്ലാവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മനസ്സിലായോ? അല്ല അനന്തേട്ടാ, ഈ മുദ്രപത്രം ഒറിജിനലിന്റെ കോപ്പിയല്ലേ? അതിൽ അച്ഛന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അനന്തേട്ടാ, ഇത്രയും നാളും നമ്മളെ തിരിഞ്ഞു നോക്കാനോ നമ്മളെ സംരക്ഷിക്കാനോ ആരും വന്നിട്ടില്ല. അച്ഛന്റെ ആയാലും അമ്മയുടെ ആൾക്കാരായാലും ആരുമില്ല. നമുക്ക് വേണ്ടി ദൈവം അയച്ചതാണെങ്കിലോ? എന്റെ പൊന്നൈഷു, ഇത് വല്ല തട്ടിപ്പോയിരിക്കും. വെറുതെ ഇതിലൊക്കെ തല വെച്ച് ഇടങ്ങേറാവാൻ നിൽക്കണ്ട. അനന്തേട്ടാ, അതിന് ആ ബംഗ്ലാവിന്റെ ഡോക്യുമെന്റ് അല്ലേ നമുക്ക് അയച്ചു തന്നേക്കണേ. ഇതിൽ എന്ത് തട്ടിപ്പ്? മാത്രമല്ല, നമ്മളോട് അവര് ക്യാഷ് ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ? എല്ലാ കാര്യങ്ങളും സംശയത്തിന്റെ കണ്ണിൽ കൂടെ കാണുന്നുണ്ടാ. നമുക്കും നമ്മുടെ വരെ പോയി അന്വേഷിക്കാം. നമ്മളെ പേരിലാണ് ബംഗ്ലാവെങ്കിൽ നമുക്കത് കൈയോടെ വിൽക്കാം. ആ ക്യാഷും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നൂടെ? എവിടെ പോയി വിൽക്കുന്ന കാര്യോ? ഇന്നലത്തെ പലഹാരങ്ങളൊന്നും ചെലവാകത്തോണ്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് വെക്കാൻ പോവാണോ? ബെസ്റ്റ്. ഇവിടെ ഈ പറഞ്ഞ ഒരു കാര്യം സത്യ. ഈ പലഹാരം വെക്കുന്ന പോലെ അവിടെ പറ്റും ബംഗ്ലാവ് വിട്ടിട്ട് വരാൻ പറ്റൂല. അല്ലെങ്കിൽ തന്നെ അത് നമ്മുടെ പേരിൽ മാത്രമല്ലല്ലോ.
അതെന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിയാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിനെ പറ്റി അന്വേഷിക്കും. അത് കളഞ്ഞിട്ട് ഇത് കത്തിക്കാനൊക്കെ പറഞ്ഞാൽ അതിലെന്ത് ന്യായമുള്ളത്? ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ അറിയണ്ടേ? അവള് പറഞ്ഞില്ല, ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മളെ പേരിൽ അങ്ങനെ ഒരു ബംഗ്ലാവ് ഉണ്ടെങ്കിൽ അത് നമ്മളും അറിയണമല്ലോ. ബംഗ്ലാവോ? ഇവർക്ക് എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തൂക്കാൻ പോയപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയാ നടക്കണം? തിരുവനന്തപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലോ, ഒന്ന് അന്വേഷിച്ചാൽ എന്താ? അന്തേട്ടെന്തൊന്നും വേണ്ടാത്ത ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? പറയാനും കേൾക്കാനൊന്നുമില്ല. ഇങ്ങനെയുള്ള ലെറ്റർ വന്ന കാര്യം നിങ്ങൾ അങ്ങ് മറന്നിട്ട് പണി നോക്ക്. അല്ലെങ്കിൽ 24 മണിക്കൂറും അന്തേട്ട് നീ ഒരു കാര്യം മാത്രമല്ലേ പറയാനുള്ളൂ, അവനവന്റെ കാര്യം നോക്കി ജീവിയില്ലെന്ന്. ശരി, ഇന്ന് മുതൽ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കാം, ഒന്നിലും ഇടപെടൂല. ഇങ്ങനൊരു കത്ത് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ പറ്റി അന്വേഷിക്കെങ്കിലും ചെയ്യായിരുന്നു. അന്തേട്ടിന് അതിന് മുതിരുന്നില്ല. അത് അവളുടെ ദേഷ്യം. അവളുടെ ദേഷ്യം ന്യായോ? ഞാനും അവളുടെ കൂടെയാ. ശ്രീ, പാവം അന്തേട്ടനിപ്പോ കടയില് ഒറ്റയ്ക്ക് ചായ അടിച്ച് നിൽക്കുന്നുണ്ടാവും. നമുക്കൂടെ പോവായിരുന്നു. അനന്തേട്ടൻ രാവിലെ പോയപ്പോ ലച്ചേച്ചിക്ക് കൂടെ പോവായിരുന്നല്ലോ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ വീട്ടിൽ കയറിയിരിക്കാൻ? ആടി, തെറ്റെന്റെ ഭാഗത്ത്. നീയൊക്കെ പറയുന്നതായിട്ട് നിന്റെയൊക്കെ ഭാഗത്താണ് ന്യായമെന്ന് കരുതി ഞാനിവിടെ ഇരുന്നു. പോവേണ്ടതായിരുന്നു. ഒന്ന് ലച്ചമ്മ ഒന്ന് മിണ്ടാതിരിക്കെ. ശ്രീയേച്ചി, എന്നാലും എന്തുകൊണ്ടായിരിക്കും അനന്തേട്ടനെ പറ്റി അന്വേഷിക്കാതെ? നിങ്ങൾ ശ്രദ്ധിച്ചോ, തിരുവനന്തപുരത്ത് പോണെന്ന് പറയുമ്പോഴേ അനന്തേട്ടൻ ഒഴിഞ്ഞു മാറുക. ഐ തിങ്ക് അനന്തേട്ടൻ അവിടെ എന്തോ ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് എന്താ? സത്യം. ഐ തിങ്ക് തിരുവനന്തപുരം സത്യം നമ്മുടെ അനന്തേട്ടന് ഇഷ്ടമല്ല. ഞാനിതൊന്നും അല്ല മനസ്സിൽ വിചാരിച്ച. ലച്ചുവച്ചി, ആ ബ്രെയിൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങളൊന്നും എന്നെ ബ്രെയിനെ അർഹിക്കുന്നില്ല. ശ്രീജിയുടെ മനസ്സിലെന്തെങ്കിലുണ്ടെങ്കിൽ അത് പറയണം, അല്ലാതെ സസ്പെൻസ് ഇട്ട് കളിക്കരുത്. അതിനോട് ഞാൻ യോജിക്കുന്നു. എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറയണം, അല്ലാതെ സസ്പെൻസ് ഇട്ട് കളിക്കരുത്. കാര്യം പറ. എന്റെ ഒരു ഊഹമാണ്, ഇത് തന്നെ കാരണമാവണമെന്നൊന്നും ഇല്ല. നമ്മളെ ആ ഡോക്യുമെന്റില് അച്ഛന്റെ കൂടെ വേറൊരു അങ്കിളിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് അവരൊക്കെ അറിയോ? പണ്ടപ്പോഴേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയൊന്നുമില്ല. എനിക്കാരും അറിയില്ല, ഞാനപ്പോ ബേബി ആയിരുന്നില്ലേ. പണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോരാ സമയത്ത് അച്ഛൻ നമ്മളോട് പെട്ടി പയ്ക്കാൻ പറഞ്ഞിട്ട് ടാക്സി വിളിക്കാൻ പോയത് ഓർക്കുന്നുണ്ടോ? എന്നോട് ലച്ചുവിനോടും അനന്തേട്ടൻ മാവയെ നോക്കിയിരിക്കാൻ പറഞ്ഞിട്ട് അനന്തേട്ടൻ പുറത്തേക്ക് ഓടി. മാവേനെ ലച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ബാക്കിൽ നിന്ന് ഓടി. ആ എഗ്രിമെന്റിൽ ഒരു അങ്കിളിന്റെ പേര് പറയുന്നില്ലേ, അത് നമ്മുടെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. അവരെ മോളെ കാണാനാ ഏട്ടൻ പോയത്. മോളെന്ന് പറയുമ്പോ കുഞ്ഞാണോ വലുതാണോ? അന്തേട്ട ക്ലാസ്സിലാന്ന് തോന്നുന്നു ചേച്ചി പഠിച്ചത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല ചേച്ചിയുടെ പേരൊന്നും. അന്ന് ഞാൻ നോക്കുമ്പോ അന്തേട്ടനും ആ ചേച്ചിയും ഒരുപാട് കരഞ്ഞു. പിന്നീട് അന്തേട്ടൻ നമ്മളുടെ അടുത്തേക്ക് ഓടി വന്നു. ഇതിപ്പോ ഡ്രാമ പോലെ ആയല്ലോ. നായകനും നായികയും ഒരുമിച്ച് പഠിക്കുന്നു. പിന്നീട് നായകന്റെ സാഹചര്യ സമ്മർദ്ദം മൂലം നാട് വിട്ടു പോകുന്നു. ഇതിന്റെ ഊഹം മാത്ര. അന്നാ ഞാൻ ആദ്യമായിട്ട് അന്തേട്ടൻ കരയുന്ന കണ്ടത്. പിന്നീട് നമ്മുടെ അച്ഛൻ മരിച്ചപ്പോ പോലും അന്തേട്ടൻ കരയണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ശരിയാ, അന്തേട്ടൻ എന്തോരം പ്രപ്പോസൽ വന്നത് ഒന്നുപോലും ആൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോ ആ ചേച്ചി ഇപ്പോഴും മനസ്സിലുണ്ടാവും. അന്തേട്ടൻ പ്രപ്പോസൽ ഒന്നും അക്സെപ്റ്റ് ചെയ്തതിന്റെ റീസൺ അന്ന് പറഞ്ഞില്ലേ? പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അന്തേട്ടൻ ലൈഫിനെ പറ്റി ആലോചിക്കുള്ളൂന്ന്. ബെസ്റ്റ്. അവസാന പൊടിക്കുപ്പിയായിട്ടുള്ള നിന്റെയും കല്യാണം കഴിപ്പിച്ചിട്ട് അനന്തേട്ടൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ മൂക്കിൽ പല്ല് കൊടുക്കും. ഞാൻ പൊടിക്കുപ്പിയൊന്നുമല്ല, എനിക്ക് 20 വയസ്സായി. അതിനിവിടെ പ്രസക്തിയില്ല. നീ ഉള്ളതിൽ ലാസ്റ്റ് ആയതുകൊണ്ട് നീ എപ്പോഴും കുഞ്ഞു തന്നെയായിരിക്കും. അനന്തേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരാൾ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചാൽ അവരെ മറക്കാൻ പറ്റില്ല എന്ന്. അനന്തേട്ടൻ ആ ചേച്ചിനെ ചിലപ്പോ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചതുകൊണ്ടായിരിക്കും മറക്കാൻ പറ്റാത്തത്. എനിക്കൊരു ഐഡിയ. ആ ചേച്ചി കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ അനന്തേട്ടനെ കൊണ്ട് കെട്ടിക്കാം. നമ്മളെ നന്നായി നോക്കണം അനന്തേട്ടന് നമ്മൾ കൊടുക്കുന്നൊരു ഗിഫ്റ്റ്. ഓടി അങ്ങോട്ട് പോ. അനന്തേട്ടന്റെ പ്രായമല്ലേ പൊട്ടി ആ ചേച്ചിക്കും. ആ ചേച്ചി ഇപ്പൊ എപ്പോഴേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ടാവും. അവള് കെട്ടിക്കാൻ നടക്കുന്നു. ഒരുപക്ഷെ ആ ചേച്ചിക്കും അനന്തേട്ടനെ മറക്കാൻ പറ്റിട്ടില്ലെങ്കിലോ? അവരിപ്പോഴും കാത്തിരിക്കുവാണെങ്കിലോ? മേ ബി ആയിരിക്കാം, ആവാതിരിക്കാം. പക്ഷേ ട്രിവാൻഡ്രത്ത് പോകുമ്പോ നമുക്ക് ആ ചേച്ചിനെ പറ്റി അന്വേഷിക്കാം. നമ്മുടെ അനന്തേട്ടന് വേണ്ടി നമുക്കതൊന്ന് നോക്കാം. ബട്ട് അതിനാദ്യം നമ്മൾ അനന്തേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകണം. അതിനുള്ള പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ കൊളാക്കാതെ കൂടെ നിന്നാ മതി. അതെ, ഈ കൊളാക്കലെന്ന് പറഞ്ഞത് എന്നെയല്ലേ? ഞാൻ കൊളമൊന്നും ആക്കൂല. അനന്തേട്ടന് വേണ്ടി ഞാൻ കൂടെ നിൽക്കാം. നിങ്ങളായിരുന്നു മനസ്സിലായാലും എന്ത് ചെയ്യാനാ? നിങ്ങളൊരു നിഷ്കുവായതുകൊണ്ട് അനന്തേട്ടൻ ചോദിച്ചാൽ അപ്പൊ പറയും അതാ. ഇല്ല, ഈ കാര്യത്തിലുള്ള അനന്തേട്ടനോട് പറയില്ല. അനന്തേട്ടൻ ഒരു നല്ല ലൈഫ് വേണമെങ്കിൽ നീ ആരോടും പറയരുത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്ന കേട്ട് നിൽക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ പ്ലാൻസ് എന്താന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ സന്തോഷത്തില് നമുക്ക് 3 ചേർന്നൊരു റീൽസ് എടുത്താലോ? പിന്നെന്താ, ഞാൻ ഡബിൾ ഓക്കെയാ. എനിക്കെങ്ങനെ വയ്യ. ക്യാമറ ഓണൊക്കെ വെച്ച് അതിന്റെ മൂട്ടിൽ നിന്ന് തുള്ളാനല്ലേ? ഞാനെങ്ങുമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വന്നേ പറ്റുള്ളൂ. നടക്കാം അങ്ങോട്ട്. വിടൂല. റെഡി, സ്റ്റാർട്ട്.
கண்ணாடி பூவே என்னோடு வா கண்ணங்கள் வீங்க முத்தங்கள் தா பூக்கூடை நான் பூச்செண்டு நீ உன்னாலே காற்று காதல் வாசம் வீசத்தே ഏയ് ഓഫേ അന്തേട്ടന്റെ സ്കൂട്ടിയുടെ സൗണ്ട്. മൂന്നാള് എന്ത് ചെയ്യാ? എന്താ എന്താ വാങ്ങിക്കൊണ്ടുവന്നേ നോക്കിയേ. ഇതെന്താ ഒന്നിന്റെ ഒച്ച അനക്കൊന്നുമില്ലല്ലോ. എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേ? ചേച്ചി അന്തേട്ടൻ വിളിച്ചാ എണീറ്റ് പോവരുത്. മര്യാദയ്ക്ക് ഇവിടെ കണ്ണുടച്ച് കിടന്നോളാം കേട്ടല്ലോ. പാപം എന്തോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളെ വിളിക്ക. നമ്മള് പോയില്ലെങ്കിൽ വിഷമാവൂലേ? അനന്തേട്ടന് നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിട്ടല്ലേ കണ്ണടച്ചതായി ഇതുപോലെ കിടന്നു. മൂന്നാളും ഇതിനകത്ത് എന്ത് ചെയ്യാ? ആഹാ, മൂന്നും ഒരുമിച്ചാണല്ലോ. മഴ പെയ്യും. അടിവെക്കാണ്ട് ഒറ്റ റൂമിൽ കിടക്കാൻ നീയൊക്കെ പഠിച്ചോ? ഞാനിന്ന് ഐശുവിന് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കൊണ്ട് വന്ന. കണ്ണുറന്ന് നോക്ക്. ഇവരൊക്കെ ശരിക്കും ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഞാനിനി എത്ര വിളിച്ചാലും നിങ്ങൾ എണീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഏട്ടൻ വിളിച്ചപ്പോ എണീറ്റ് പോയിട്ട് അത് കഴിച്ചിട്ട് വന്നിട്ട് പിണങ്ങി കിടന്നാൽ മതിയായിരുന്നു. പാവം വിഷമമായി. എന്റെ ലച്ചോ, നമ്മൾ ശരിക്കും പിണങ്ങിയിട്ടില്ലല്ലോ. നമ്മളെ പ്ലാനിങ് അല്ലേ. നാളെ രാവിലെ ആകുമ്പോൾ ഇതൊക്കെ ശരിയാവും. അതെ, എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് പോകണമെന്ന് പറയാൻ നമ്മൾ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഓക്കെ ഓക്കെ. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाहिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. ഐശു, നീട്ട പാത്രമൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ നിന്നിരിക്കുക. ആഹാ, ഇന്നെല്ലാരും നേരത്തെ ആണല്ലോ. എന്തു പറ്റി? ശ്രീജി, ഞാൻ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ. ആഹാ, അത്ഭുതം. ഞാൻ പറയാതെ ഇന്നെല്ലാരും അവരവരെ പണി ചെയ്യുന്നുണ്ടല്ലോ. എന്തു പറ്റി? ശ്രീജി, ഞാൻ കുളിക്കാൻ പോവാ. ഷോപ്പിലേക്ക് പോകുമ്പോ ഞാനും കൂടെ വരും. നമുക്ക് ഒരുമിച്ച് പോവാം. ഇതെന്താ എന്നോടാരും മിണ്ടില്ലേ? ശ്രീജി, ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനത്തിന്റെ ബാറ്ററൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോകുമ്പോ അതുകൂടെ എടുത്തിട്ട് പോണേ. ഞാൻ പിറകെ വന്നോളാം. ഐശു, നിനക്കും ഏട്ടനോട് പിണക്കാണോ? നിങ്ങളെല്ലാരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തണ? ഏട്ടനല്ലേ പറഞ്ഞ നമ്മള് നമ്മളെ കാര്യം നോക്കി ജീവിക്കണമെന്ന്. നമ്മുടെ ലൈഫ് ഇതാണെന്ന് ഏട്ടൻ ഓൾറെഡി തീരുമാനിച്ചില്ലേ. അപ്പൊ പിന്നെ ഇതന്നെയല്ലേ ജീവിക്കേണ്ട. ഇതാണ് നിങ്ങളുടെ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞോ? നമുക്കൊന്ന് പച്ച പിടിച്ച് വരാൻ ഇപ്പൊ ഇതേ ഒരു മാർഗമുള്ളൂ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ജോലി ചെയ്യുന്ന. ദൈവമായിട്ട് എന്തെങ്കിലും മാർഗം തന്നാലും അനന്തേട്ടനെ ഒന്നും കാണില്ലല്ലോ. അനന്തേട്ടന് ഈ ഒരു മാർഗം മാത്രമല്ലേ അറിയൂ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നെന്ന് മനസ്സിലായി മക്കളെ. അതിന് ആ ബംഗ്ലാവും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാ? അതിനാദ്യം അവിടെ പോയി അന്വേഷിക്കണ്ടേ? അനന്തേട്ടൻ അത് ചെയ്യില്ലല്ലോ. വേണ്ട ഐശു, നമ്മളായിട്ട് ഒന്നും പറയണ്ട. ഇന്നലെ തന്നെ അനന്തേട്ടന് മറുപടി തന്നതല്ലേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വാ. അതെ, ഞങ്ങൾ ആർക്കും ശല്യമാവുന്നില്ല. ഐശു, അങ്ങനെ എന്റെ അടുത്ത് പറയരുത്. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളൊക്കെ അനന്തേട്ടന്റെ പെങ്ങന്മാരല്ലേ, മക്കളല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും അനന്തേട്ടനൊന്നും ഇല്ലല്ലോ. എന്റെ ഈശ്വര, ഈ പിള്ളേര്. നീ അവസാനത്തെ ഡയലോഗ് പറയണ്ടായിരുന്നു. പാവം അനന്തേട്ടന് വിഷമമായി. അത് ഞാൻ പറഞ്ഞുകൊണ്ട് അനന്തേട്ടൻ ഇപ്പൊ ചിന്തിക്കണം. ശരി, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാം. പോയി ആ വന്ന ലെറ്ററിനെ പറ്റി ഞാൻ അന്വേഷിക്കാം. പോരെ? വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ആരും പോണ്ട. അനന്തേട്ടന് കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോയാ മതി. ഇങ്ങനെ ഒരു കത്ത് വന്ന സ്ഥിതിക്ക് എന്തായാലും അതിനെ പറ്റി ഒന്ന് പോയി അന്വേഷിച്ചേക്കാം. അങ്ങനെ അനന്തേട്ടന് ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും കൂടെ വരും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി അന്വേഷിക്കാം. ഒരുമിച്ച് പോവാനോ? എന്തിനീ? അനന്തേട്ടൻ പോകുന്ന വഴിക്ക് വിശന്ന് അവിടുത്തെ ഹോട്ടലിൽ കയറി കഴിച്ച് സദ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു വന്നാലോ? എന്തോന്ന്? ഓ, ഈ ലച്ചോച്ചി കോളാക്കും. അതല്ല, അനന്തേട്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ പോയി അന്വേഷിക്കാണ്ട് നമ്മളെ പറ്റിച്ചാലോ? അതാ ഉദ്ദേശിച്ച. അതന്നെ ഞാൻ ഉദ്ദേശിച്ച. വാ തുറന്ന വലിയ മണ്ണ് വരിയില്ല. ഞാൻ വേണ്ടാതിരുന്നോ? സോറി. അല്ല, വക്കീലിനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞാനിതിനെ നിങ്ങളെ പറ്റിക്കണേ. ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വന്നാ പോരെ? അനന്തേട്ടൻ ഒറ്റയ്ക്ക് പോണ്ട. പോവുകയാണെങ്കിൽ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് പോവാൻ നമ്മൾ പിക്നിക് കാണാൻ പോണ?
അങ്ങനെയെങ്കിൽ അങ്ങനെ ആര് കൊണ്ടുപോയില്ലെങ്കിലും അനന്തേട്ടൻ എന്നെ കൊണ്ടുപോകണം. ഞാൻ ഇതൊരു തിരുവനന്തപുരം കണ്ടിട്ടില്ല. ഐഷു എൻട്രൻസിന്റെ പേര് പറഞ്ഞ് 2 മാസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയത് തിരുവനന്തപുരം ചുറ്റി കാണാനൊന്നും അല്ല, എൻട്രൻസ് കോച്ചിങ്ങിനാ പോയത്. അതും 1.5 മാസം ആയപ്പോഴത്തേക്കും ശ്രീജി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ. നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങളിങ്ങനെ പരസ്പരം അടിവെക്കാനാണ് പോണേ. ലച്ചു വെച്ചാ തുടങ്ങിയത്. ഞാൻ അടിയൊന്നും കൂടുതല, ഞാൻ കാര്യം പറഞ്ഞതാ. ശരി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. പക്ഷെ അവിടെ പോയതിനു ശേഷം വക്കീലിൽ എനിക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ നമ്മളൊക്കെ തിരിച്ചു വരും. പിന്നെ അവിടെ കിടന്ന് ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത്. ഉറപ്പാണോ? ഇല്ല, ചെയ്യൂല. അവിടെ പോയി കഴിഞ്ഞ ശേഷം അനന്തേട്ടൻ പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കൂ. ഞാൻ ആ വക്കീലിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹൈ, അങ്ങനെ ആദ്യമായിട്ട് എന്റെ ബ്ലഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അതെ, ആ ചേച്ചീനെ കണ്ടുപിടിക്കണ്ടേ? അതിനെന്ത് ചെയ്യും? എന്റെ പൊന്നു ലച്ചു, ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ കണ്ടുപിടിച്ചോളാം. ഒരു നല്ല ഐഡിയ ഉണ്ടായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും അത് യൂസ് ചെയ്തോളാം. സുചേച്ചി, ആ ലെറ്ററിൻ്റെ കാര്യം ഞാനൊന്ന് അന്വേഷിച്ചു. അയച്ചത് ഒരു സീനിയർ വക്കീല. നമുക്ക് മാത്രമല്ല, മറ്റേ കുടുംബത്തിനും ഇതുപോലൊരു കത്ത് അയാൾ അയച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അതിന്റെ പിറകെ പോകണ്ടെന്ന്. അല്ല, അയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു കത്ത് ഇത്രയും വർഷത്തിന് ശേഷം അയക്കണേ? അതറിയാൻ തന്നെയാണ് ഞാൻ അയാളെ വിളിച്ചത്. പുള്ളി നേരിട്ട് കണ്ട് സംസാരിക്കാന്നാ പറയുന്ന. മറ്റേ ആൾക്കാരും നാളെ വരുമെന്നാ പറയണ. വിരോധമില്ലെങ്കിൽ നമുക്ക് 2 ടീംസിനും ഒരു മീറ്റിംഗ് വെക്കാന്നാ പറയണ. അവരില് ആരാ നാളെ വരണ? വക്കീല് അവരെത്ര പേര് ആരൊക്കെ വരുന്നൊന്നും പറഞ്ഞില്ല. ബട്ട് വൺ മിസ്റ്റർ അനന്തൻ മേനോൻ, അയാൾ എന്തായാലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 വ്യക്തികളുടെ മക്കൾക്കും ഈക്വൽ ഷെയർ എന്നല്ലേ പറഞ്ഞ. നമ്മൾ 4 പേരില്ലേ, അവര് എത്ര പേരുണ്ടാവും? ആഹാ, അങ്ങനെ ബുദ്ധിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അല്ല, അതറിഞ്ഞിട്ട് എന്തിനാ? എത്ര ഷെയർ പോകുന്നറിയാൻ വേണ്ടിട്ടല്ലേ? ഏയ്, ഞാനതൊന്നും മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളല്ലേ, അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ള കാര്യമോ അവർക്ക് മക്കളുള്ള കാര്യമോ ഒന്നും ഓർമ്മയില്ല. അന്ന് നീ 2ലോ 3ലോ എന്തായിരുന്നു തോന്നുന്നു. എനിക്ക് എന്നെ ഓർമ്മയില്ല. ആ ചേട്ടനെ മാത്രം ഓർമ്മയുണ്ട്. അതിനുശേഷമുള്ളതൊക്കെ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് പോലും അറിഞ്ഞൂടാ. ഒരാണും ബാക്കി 3 പെൺകുട്ടികളാ. അച്ഛൻ പണ്ട് നമ്മളെ അവിടെ കളിക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. സുചേച്ചിക്ക് ഇപ്പോഴും അവരെയൊക്കെ ഓർമ്മയുണ്ടല്ലേ? എനിക്കാരെയും ഓർമ്മയില്ല. എനിക്കും അയാളെ മാത്രമേ ഓർമ്മയുള്ളൂ. കുട്ടികളൊക്കെ അന്ന് ചെറുതായിരുന്നില്ലേ, ഇപ്പൊ വലുതായിട്ടുണ്ടാവും. നിങ്ങളും അന്ന് കുഞ്ഞായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും ഓർക്കാത്ത. അല്ല, എല്ലാവരും ചെന്ന് കിടക്ക്, സമയം ഇത്ര ആയില്ലേ. ഗുഡ് നൈറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? സുധി അയാളുടെ പേര് പറഞ്ഞപ്പോ സുചേച്ചിയുടെ മുഖത്ത് പെട്ടെന്നൊരു വിഷമം വന്നതുപോലെ. അയാളുടെ പേര് കേട്ടപ്പോൾ എനിക്കും വിഷമം വന്നു. എന്തിനീ? പിന്നെ ആർക്കായാലും വിഷമം വരില്ലേ? അത്രയും വലിയ ബംഗ്ലാവ് വിട്ടിട്ട് പാതി ഷെയർ അവർക്ക് കൊടുക്കുമ്പോൾ അതോർത്തപ്പോൾ സുചേച്ചിക്കും വിഷമം വന്നു കാണും. ഓ, ഞാനിതൊക്കെ ആരോടാ ചോദിച്ച പൊട്ടന്മാര്. എന്നാൽ 2 എണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പൊട്ടത്തരം പറഞ്ഞിരുന്നു. നിങ്ങളുടെ കൂടെ ഇരുന്ന് എൻ്റെ ബ്രെയിൻ ചീത്താവും. ഞാൻ പോയി കിടക്കുക. ഈ ഐശ്വര്യ ഇതുവരെ റെഡി ആയില്ലേ? ഇവളെന്താ കൊറേക്ക് പോകാൻ ഒരുങ്ങാണോ? കഴിഞ്ഞു, ഇപ്പൊ വരാം. നോക്ക് വേണേ, നമ്മള് പോകുന്നത് ചേട്ടനെ പെണ്ണ് നോക്കാനാ, അല്ലാതെ നിനക്ക് ചെക്കനെ കാണാനല്ല. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഇട്ടിട്ട് ഞങ്ങള് പോവും. പിന്നെ ഇതെന്റെ പ്ലാനിങ്ങാ. ഞാനില്ലെങ്കിൽ നിങ്ങളൊക്കെ അവിടെ പോയി കോളം ആക്കും. കുന്തം കഴിഞ്ഞേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാടി. കഴിഞ്ഞു. ഓ, പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്റെ ദൈവമേ. ഓഹ്, അതെ, ഇപ്പൊ ഇറങ്ങിയാലേ ജംഗ്ഷനിലേക്ക് പോകേണ്ട ബസ് കിട്ടുള്ളൂ. നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ അതോ ഞാൻ പോട്ടെ? ഡോൺ വെറി അനന്തേട്ടാ, നമ്മള് ബസ്സിലല്ലോ പോകുന്ന. ആ ബസ്സിന്റെ പാട്ടിന് പോട്ടെ. ബസ്സിലല്ലെങ്കിൽ പിന്നെ? അനന്തേട്ടൻ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു ബ്ലാക്ക് കാർ. കാറോ? എവിടെന്ന്? നമ്മളെല്ലാരും ഒരുമിച്ച് പോവല്ലേ, അപ്പൊ ഒട്ടും കുറയ്ക്കണ്ട. വാടകയ്ക്ക് അങ്ങ് എടുത്തു. ഇതിന്റെ വാടക ആര് കൊടുക്കും? അനന്തേട്ടൻ. ആഹാ, നല്ല ഇടിച്ചോണ്ട് നിൽക്കാതെ വന്ന് വണ്ടി എടുക്കും മിസ്റ്റർ. അനന്തേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എൻജോയ് ചെയ്യും. അതെ, ഇതിന്റെ വാടക എന്റെ പക്കൽ നിന്നല്ലേ പോകുന്ന. നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവൂല. എന്റെ പൊന്ന അനന്തേട്ട, ക്യാഷ് ഇന്ന് വരെ നാളെ പോവും. നമ്മളതൊന്നും നോക്കണ്ട, എൻജോയ് ചെയ്യണം. മിക്കവാറും എന്റെ കാറ്റ് പോവും, അതെനിക്ക് മനസ്സിലായി. വേണ്ടാതിരിക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അതെ, അതാ നല്ലത്.
കത്തിച്ചിതറുന്ന മഞ്ഞിൽ മായ തുവട്ടം ഇരുൾ ചുരുൾ മുടി കുടഞ്ഞലെ തല്ലിച്ചിരിക്കുന്ന തീരാറാവിൻ മിന്നാട്ടം കൂടാ സുചേച്ചി എന്താ ഒന്നും മിണ്ടാത്ത എന്തു പറ്റി? ബംഗ്ലാവ് നമ്മുടെ പേരിലാണെങ്കിൽ നമ്മൾ കോടീശ്വരനാവില്ലേ? വാ അടച്ച മിണ്ടാതിരിക്കടാ ഒരു കോടീശ്വരൻ. വഴിവക്കിലല്ലേ വിരക്കിന്റെ കുരുക്കഴിച്ചലയുന്നുമല്ലേ കനവിന്റെ കരിമ്പട്ട പുതപ്പഴിച്ചാടടി പട്ടുകുടി